ഇമ്രാൻ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്ക്. സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കിയാൽ ഉച്ചയ്ക്ക് ശേഷം പ്രദർശനം. വില്ലൻ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ 17 ഭാഗങ്ങളിൽ റീ എഡിറ്റ്. ഗുജറാത്ത് കലാപം സംബന്ധിച്ച ദൃശ്യങ്ങളും ഒഴിവാക്കി. ചിത്രത്തിൽ NIA ചിഹ്നം ഉപയോഗിച്ച സംഭവത്തിൽ നിയമ നടപടി ഉടനുണ്ടായേക്കും. NIA ആസ്ഥാനത്തേക്ക് റിപ്പോർട്ട് കൈമാറി. നടപടി ഡൽഹിയിൽ നിന്നുള്ള തീരുമാനത്തിനനുസരിച്ചെന്ന് ഉദ്യോഗസ്ഥർ. കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവത്തിൽ വൈസ് ചാൻസലർ വിളിച്ച യോഗം ഇന്ന്. പരീക്ഷാ കൺട്രോളറും സർവകലാശാല രജിസ്ട്രാറും പങ്കെടുക്കും. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരായ നടപടിയിലും തീരുമാനം വന്നേക്കും. പുനഃപരീക്ഷ സംബന്ധിച്ച കാര്യത്തിലും ഇന്ന് തീരുമാനം. സമഗ്ര മാറ്റങ്ങളോടെ പുതിയ സാമ്പത്തിക വർഷത്തിന് ഇന്ന് തുടക്കം. ആദായ നികുതി ഇളവടക്കം ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രാബല്യത്തിൽ. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി അടക്കേണ്ട. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് നികുതി കൂടും. സംസ്ഥാനത്തെ ഭൂനികുതി വർധനയും ഇന്നു മുതൽ. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ എത്തിക്കാൻ കേന്ദ്ര നീക്കം. നാളെ ബിൽ അവതരിപ്പിക്കുമെന്ന് സൂചന. പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. മേടവിഷുവിനോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്നു തുറക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. പമ്പാ നദിയിൽ ആറാട്ട് ഏപ്രിൽ 11-ന്. വിഷുദിനത്തിൽ രാവിലെ 4 മണി മുതൽ 7 മണി വരെ വിഷുക്കണി ദർശനം. ആഗോള തീരുവ ചുമത്തലുമായി അമേരിക്ക മുന്നോട്ട്. പ്രഖ്യാപനം നാളെ. എല്ലാ രാജ്യങ്ങൾക്കുമേലും നികുതി ചുമത്തുമെന്നും ഇളവ് നൽകില്ലെന്നും ട്രംപ്. ഏപ്രിൽ 2 അമേരിക്കയുടെ വിമോചന ദിനമെന്നും പ്രഖ്യാപനം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 8 വിക്കറ്റിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ്. 117 റൺസ് വിജയലക്ഷ്യം 13 ഓവറിൽ മറികടന്നു. 4 വിക്കറ്റ് വീഴ്ത്തി അരങ്ങേറ്റത്തിൽ തകർത്ത് അശ്വിനി കുമാർ. മലയാളി താരം വിഘ്നേഷ് പുത്തൂരിന് 1 വിക്കറ്റ്. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബിനെ നേരിടും.